നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രസൻ്റ് അല്ല കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. 1 മീറ്റർ അകലെയുള്ള ഒരു വസ്തുവിൽ പ്രകാശം തട്ടി നമ്മുടെ കണ്ണിലെത്താൻ ഏതാണ്ട് 3.3 നാനോ സെക്കൻഡ് എടുക്കും. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ കണ്ണാടിയിൽ പോലും കാണുന്നത് നമ്മുടെ പാസ്റ്റ് സെൽഫിനെയാണ്. 10 മീറ്റർ അകലെയുള്ള ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വന്ന് വീണ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണാടിയിൽ തട്ടി അവിടുന്ന് നിങ്ങളുടെ കണ്ണിലെത്താൻ 66.7 നാനോ സെക്കൻഡ്സ് എടുക്കും. 100 മീറ്റർ അകലെ കണ്ണാടി വെച്ചാൽ 0.67 മൈക്രോ സെക്കൻഡ്സും ഡിലേ ഉണ്ടാവും. ഈ ഡിലേ നമ്മളെ സംബന്ധിച്ച് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ് നമുക്കത് അനുഭവപ്പെടാത്തത്. പക്ഷെ ഐഡിയ മനസ്സിലായല്ലോ. ഈ കണ്ണാടിയുടെ ദൂരം കൂടുന്നതിനനുസരിച്ച് ഡിലേയും കൂടിക്കൊണ്ടേയിരിക്കും. ഈ കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇമാജിൻ ഒരു വലിയ കണ്ണാടിയെ ഭൂമിയിൽ നിന്നും 1 ലൈറ്റ് ഇയർ അകലെ സ്പേസിൽ കൊണ്ട് വെക്കുകയാണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ 1 വർഷം എടുക്കും ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ. അങ്ങനെ 1 ലൈറ്റ് ഇയർ അകലെ ഒരു കണ്ണാടി വെക്കുന്നു. ഈ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ കാണുന്ന രീതിക്ക് ഒരു അടിപൊളി ടെലസ്കോപ്പ് ഒബ്സർവേഷന് വേണ്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ 2025 ജാനുവരിയിൽ സൂര്യനിൽ നിന്നും ഭൂമിയിൽ പതിച്ച പ്രകാശം കണ്ണാടിയിലെത്താൻ 1 വർഷം എടുക്കും. ഇനി ആ കണ്ണാടിയിൽ നിന്ന് ഈ പോയ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടെലസ്കോപ്പിലെത്താൻ പിന്നും 1 വർഷം കൂടി എടുക്കും. എന്ന് വെച്ചാൽ 2027 നമുക്ക് ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് 2025 എർത്തിനെയാവും. ഇത് നമുക്ക് അകലം കൂടുന്നതിനനുസരിച്ച് പുറകിലോട്ട് എർത്തിൻ്റെ പാസ്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഇത് തിയറിയിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. കാരണം നിങ്ങളുടെ ശരീരം കാണാൻ ഒരു ഉറുമ്പിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കണ്ണാടി തന്നാൽ എങ്ങനെ ഉണ്ടാവും? ശരീരത്തിൻ്റെ എത്ര ഭാഗം നിങ്ങൾക്ക് ഈ കണ്ണാടിയിലൂടെ കാണാൻ പറ്റും? വളരെ കുറച്ചല്ലേ? അതുപോലെയാണ് ഇവിടെ. വെറും 2 വർഷത്തെ പാസ്റ്റ് കാണാൻ 1 ലൈറ്റ് ഇയർ അകലെ ഒരു വലിയ സിറ്റിയൊക്കെ കാണാൻ പാകത്തിന് ഇതുപോലെ ഒരു കണ്ണാടി നിർമ്മിക്കണമെങ്കിൽ ആ കണ്ണാടിക്ക് ഏതാണ്ട് 2,50,000 കിലോമീറ്റർ വലിപ്പം ഉണ്ടാവണം. വിച്ച് ഈസ് ഇമ്പോസിബിൾ.